നമ്മൾ മലയാളികൾ വിദേശ ഇനം ഫ്രൂട്ട്സിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് വളർത്താവുന്ന ഈ പേരയുടെ ഗുണങ്ങളെ പറ്റി നമ്മൾ അറിയാതെ പോകരുത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പേരയ്ക്ക. അതുപോലെ തന്നെ അതിൻ്റെ ഇലകളും ഔഷധങ്ങൾക്കും മുടി കൊഴിച്ചിലിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ഇത് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിൽ വളർത്താമെന്ന് നോക്കാം. ഇപ്പോൾ ഒത്തിരി ക്രാഫ്റ്റഡ് തൈകളും ഒക്കെ നമുക്ക് നേഴ്സറികളിലൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുരുവിട്ടാണെങ്കിലും മുളപ്പിക്കാം. കാരണം ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും. ഇപ്പോൾ ഞാനിതിവിടെ കുരുവിട്ട് കിളിപ്പിച്ച ഒരു പേരത്തൈയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ 1 വർഷം പോലും ആയിട്ടില്ല. ഈ ചെടി ഞാൻ നട്ടിട്ട് ഞാൻ ഈ കുഞ്ഞി ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വലിയൊരു ബക്കറ്റിലേക്ക് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബക്കറ്റിലേക്ക് മാറ്റുന്നതിന് കാരണം ഒരു മണ്ണിൽ വേരോട്ട് ഇപ്പോൾ ഇത് സെറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ഞാൻ കരിയിലയാണ് ഇടുന്നത്. പിന്നീട് ചെടിക്ക് ഒരു വളമായിട്ട് മാറുകയും മണ്ണ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മണ്ണ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കരിയില പൊടിഞ്ഞു വരുമ്പോൾ വീണ്ടും മണ്ണ് താഴ്ന്നു വരും. അപ്പോൾ മണ്ണ് വീണ്ടും ഇട്ട് കൊടുക്കാം. കരിയിലയുടെ കൂടെ പുല്ലാണ് ചേർക്കുന്നത്. കരിയില വേഗം കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മണ്ണ് തയ്യാറാക്കാം. അപ്പോൾ മണ്ണ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വളങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് മഴക്കാലം ആയതുകൊണ്ട് ഞാൻ ചരിച്ചോറിന് പകരം ഉമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉമി ചേർത്ത് നന്നായിട്ട് ലൂസാക്കിയ മണ്ണിൽ ചെടി നടാനായിട്ട് മഴക്കാലം കൂടി ആയതുകൊണ്ട് നമ്മൾ ട്രൈക്കോഡർമ ചേർത്ത് കൊടുക്കണം. ട്രൈക്കോഡർമ ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ട്രൈക്കോഡർമയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ ഈ പുട്ടിന് പൊടിയൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യണം. വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. പിന്നെ മഴക്കാലത്ത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ആണ് നിൽക്കുന്നതെങ്കിലും മണ്ണ് കൂട്ടി ചൂട്ടിൽ നിന്ന് വെള്ളം മാറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്താം. അതല്ലെങ്കിൽ ഇതുപോലെ ബക്കറ്റിലൊക്കെ വളർത്തുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് വളർത്താം. വേഗത്തിൽ വളരുന്ന ഒരു മരമാണ് പേരമരം. മാത്രമല്ല പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. ടെറസ് ഗാർഡനൊക്കെ ഉള്ളവർക്ക് നടാൻ പറ്റിയ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പേരമരം. മറ്റേത് ഫ്രൂട്ടിനേക്കാളും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സി ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് പേര. മാത്രമല്ല പേരയിലയിലും ഒത്തിരി ഗുണങ്ങളുണ്ട്. ഷുഗർ കുറയ്ക്കാനും പേരയിലായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ആർത്തവ സംബന്ധമായ വേദനകൾ മാറ്റാനും ഒക്കെ സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും മാത്രമല്ല ഇതിന് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും കൂടിയുണ്ട്. ഒത്തിരി ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും ഗർഭിണികൾക്ക് ഫോളിക് ആസിഡിന്റെ കുറവ് പരിഹരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പേര. അപ്പോൾ വീട്ടിൽ ഒരു പേരമരം നട്ടു കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഒരു പേരമരം നട്ടു കൊടുക്കുക. പണ്ടൊക്കെ എവിടെ നോക്കിയാലും പേരമരവും മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. ഇപ്പോഴൊക്കെ നമ്മൾ നട്ടു കൊടുക്കണം. അപ്പോൾ നമ്മൾ ബക്കറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളമൊക്കെ മണ്ണ് നിറച്ചു. ഇനി നമുക്കിത് ഇറക്കി വെച്ച് നോക്കാം. ഏകദേശം ഇറക്കി വെക്കുമ്പോൾ മേൽഭാഗത്തായിട്ട് നിൽക്കണം. ഇപ്പോൾ കാണുന്ന പോലെ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മേളിൽ ഇങ്ങനെ നിൽക്കണം. ഇതിന് ശേഷം നമുക്ക് വീണ്ടും മണ്ണ് മേളിലും സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം. പ്ലാന്റൊക്കെ നടാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം എനിക്കറിയാവുന്ന പോലെയും ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള പോലെയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം എനിക്ക് തുടക്കത്തിലൊന്നും എങ്ങനെ ഒരു മരം നടണം, ചെടി നടണം എന്നൊന്നും അറിയില്ലായിരുന്നു. എന്തൊക്കെ വളം കൊടുക്കണം, ഞാനിതൊക്കെ പഠിച്ചെടുത്തതാണ് പല വീഡിയോസിലൂടെയും അല്ലാതെ ബുക്കിലൂടെയൊക്കെ. അപ്പോൾ അതുപോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്, ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ അറിവ് എന്നെപ്പോലെ തുടക്കക്കാർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക. ചുമ്മാ ഒരു പ്ലാന്റ് കൊണ്ട് നട്ടിട്ട് തിരിഞ്ഞു നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതേപോലെയൊക്കെ നട്ടൊക്കെ കൊടുക്കും. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ചെടി എങ്ങനെ നിൽക്കുന്നു, വളർച്ചയുണ്ടോ, പുതിയ ഇലകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിന് വേണ്ട പരിഹാരം ചെയ്തു കൊടുക്കണം. ഇതിനൊന്നും പറ്റാത്തവർ പൈസ കൊടുത്തിട്ട് കടകളിൽ നിന്ന് വാങ്ങിക്കും. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പേരയും നമ്മൾ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്ന പേരയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് കഴിച്ച് നോക്കിയവർക്ക് മനസ്സിലാവും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.